സുഹൃത്തുക്കളെ, ഇന്ന് ഞങ്ങളുള്ളത് കോഴിക്കോട് ജില്ലയിൽ തന്നെയുള്ള പുതിയാപ്പ എന്നൊരു സ്ഥലത്താണ്. എല്ലാ വർഷവും ഇവിടെ അതിഗംഭീരമായ ആഘോഷമാണ് നടത്താറുള്ളത്. ഈ വർഷം അതിഗംഭീരമായ ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ റോഡ് കംപ്ലീറ്റ് ദീപാലംകൃതമായിരിക്കും. ചുരുങ്ങിയത് 2-2.5 കിലോമീറ്റർ നീളത്തിലാണ് ഇത് ചെയ്യുന്നത്. ഇതിലൊരു കലാവിരുദ്ധം നമുക്ക് കാണാം. എല്ലാവരും ആസ്വദിക്കാനും ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനും റീൽസ് എടുക്കാനും മതിമറന്ന സന്തോഷിക്കാനെല്ലാം ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ. ഇത് വളരെ മനോഹരമായ കണ്ണിനും മനസ്സിനും എല്ലാം വളരെ നല്ലൊരു വിരുന്നാണ് ഇവിടെ ഈ പ്രദേശത്തുള്ള ആൾക്കാർ ഒരുക്കിയിരിക്കുന്നത്. പോലീസുകാരെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം ഇവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്ന്. കാരണം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും അതിനുള്ള സഹകരിച്ചാണ്. ഞങ്ങൾക്ക് ഓണം വിഷു എന്നല്ല പ്രധാനം, ഞങ്ങൾക്ക് ഉത്സവമാണ്. രാഷ്ട്രീയം വരുമ്പോൾ ഞങ്ങളെല്ലാം വളരെ വാശിയും വൈരാഗ്യവും വർക്ക് ചെയ്യും. ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് ഞങ്ങളെല്ലാം ഒന്നാണ്, ഒറ്റക്കെട്ടാണ്. ഇവിടുത്തെ ചരിത്രം എന്ന് പറഞ്ഞാൽ വളരെ 10-75 വർഷം മുമ്പ് ഈ വടക്ക് ഭാഗത്തു നിന്നും ഒരു ഭഗവതി ഒരു വീട്ടിൽ വരികയും ആ വീട്ടിൽ വന്നതിൻ്റെ പ്രശ്നവശാൽ ചിന്തിച്ചിട്ട് ആ ദേവിക്കൊരു സ്ഥാനം കൊടുക്കുകയും പൂർവികമായിട്ട് ഇവിടെ ഒരു നീലകണ്ഠ ക്ഷേത്രം ഉണ്ടായിരുന്നത്. ആ നീലകണ്ഠ ക്ഷേത്രം മാറ്റി ആ ദേവിക്ക് പ്രതിഷ്ഠ കൊടുത്ത് ആ പ്രതിഷ്ഠിച്ചത് കുഞ്ഞമ്മണിക്കർ എന്ന് പറഞ്ഞ അദ്ദേഹമായിരുന്നു. അദ്ദേഹമാണ് ഇവിടെ ഞങ്ങൾ ഈ ദേവിയെ പ്രതിഷ്ഠിച്ചത് 10-75 വർഷം മുമ്പ്. അതിനുശേഷം ആയിരുന്നു. അതിൻ്റെ മുമ്പ് വടക്കേ മണ്ണിൽ അമ്മയെന്നാണ് ഞങ്ങൾ പറയൽ. ആ വടക്ക് ഭാഗത്തെ ഭഗവതി ക്ഷേത്രം എന്ന് പറയാനെ കൊണ്ട് ആ ഭഗവതി ക്ഷേത്രത്തിലായിരുന്നു. ഞങ്ങൾ കടലിൽ പോകുന്ന ആളുകൾ അവിടുന്ന് വന്നിട്ട് സാധനങ്ങൾ കൊണ്ടുവന്ന് പണമല്ലോ അവിടെ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ അവിടുന്ന് അവർ ഞങ്ങളുടെ ഈ കടപ്പുറക്കാരെ മുക്കോരായിക്കുന്ന ആളുകളോടൊന്നും ചോദിക്കാതെ അവർ സംരക്ഷണം നടത്തലായിരുന്നു. അങ്ങനെ ഞങ്ങളെ കാരണവന്മാർ അവിടുന്ന് പറഞ്ഞ് അമ്മ ഞങ്ങൾ കൂട്ടി പോരുന്ന അമ്മാണെങ്കിൽ ഞങ്ങളുടെ കൂടെ പോരെന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് അമ്മ അവിടുന്ന് ഇറങ്ങി വന്നതാണ്. ആ കാലഘട്ടം മുതൽ ഈ കാലഘട്ടം വരെ ഈ നാട്ടിൻ്റെ എല്ലാ ഐശ്വര്യവും ആ ഭഗവതിയുടെ ഐശ്വര്യമാണ്. ചെലവെന്ന് പറഞ്ഞാൽ സമാജമാണ് മറ്റേ എല്ലാ പ്രശ്നങ്ങളുണ്ട്. അതായത് വീട്ടിലെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളും മറ്റേ ഒരുമാതിരി കാര്യങ്ങളല്ലോ 100-80% കാര്യങ്ങളും സമാജം ചെയ്യും. പിന്നെ ഈ ലൈറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓരോ സ്ക്വാഡായിട്ട് വർക്ക് ചെയ്തിട്ട് ചെറുപ്പക്കാർ മക്കൾ ഓരോരോ ഗ്രൂപ്പായിട്ട് തിരിക്കും. അത് ഈ ഉത്സവം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന ശിവരാത്രിയാണ്. അതിനുവേണ്ടി പണം സ്വരൂപിക്കും. ബോട്ടുകാർ പണിക്ക് പോയിന്നുണ്ടാൽ അതിന് 1000 അല്ലെങ്കിൽ 2000 5000 എടുത്ത് മാറ്റി വെച്ചിട്ട് ഓരോ സ്കൂളിൽ ലക്ഷോപ ഉറുപ്പിൻ്റെ പരിപാടിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. 26-ാം തീയതി അമ്മയുടെ നീരാട്ടുകുളിയാണ്. പാണ്ഡ്യമേളത്തോട് നീരാട്ടുകുളിയും ക്ഷേത്രപ്രദക്ഷിണവും. അത് കഴിഞ്ഞാൽ അന്ന് വെടിക്കെട്ടുണ്ടാവും. വെടിക്കെട്ട് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കലാപരിപാടി ഉണ്ടാവും. 27-ാം തീയതി വൈകുന്നേരം പിന്നെ ദാരികനെ വരിക്കുന്ന സമയത്ത് തദ്ദേശവാസിയാണോ? അപ്പോൾ അത് എല്ലാ വർഷവും കൊണ്ടാടുന്നു. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? അങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഉത്സവം തന്നെ. ഇവിടെ ഒരു പോലീസിനെ പോലും കണ്ടില്ല ഞങ്ങൾ. പോലീസുകാരും എന്താ അങ്ങനെ? നാട്ടുകാരെ ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾ തന്നെ നിയന്ത്രിക്കുന്നതാണ്. അത് ശരി. സുഹൃത്തുക്കളെ, 2-3 കിലോമീറ്റർ തുടർച്ചയായിട്ട് ഈ ലൈറ്റ്സ് ഇങ്ങനെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാം. പലതരത്തിലുള്ള അലങ്കാരങ്ങൾ, പലതരത്തിലുള്ള ആക്ഷൻസ് ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് പുതിയാപ്പ ഹാർബർ ഉത്സവമാണ്. പുതിയാപ്പ ഉത്സവമാണ്. ഒരുപാട് ക്ഷേത്രമുണ്ട്, ചെറിയൊരു ക്ഷേത്രമാണ്, പക്ഷേ ഉത്സവം ഭയങ്കരമാണ്. എത്ര കിലോമീറ്റർ ഉണ്ടത്? 2-3 കിലോമീറ്റർ തുടർച്ചയായിട്ടല്ലേ? ഞാനിങ്ങനെ തിരിഞ്ഞിരിക്കട്ടെ നോക്കാം. ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. കൂടാതെ അതൊരു പ്രധാനപ്പെട്ട റോഡാണ്. അതുകൊണ്ട് വാഹനങ്ങൾ നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയൊന്നും ഒരു തടസ്സവും വരാത്ത രീതിയിൽ ഈ പ്രദേശവാസികൾ ഇതിൻ്റെ എല്ലാ സുരക്ഷിതത്വവും ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അതിഗംഭീരമായി നടത്തിയിരിക്കുന്നു. ഒരു പോലീസിനെ പോലും ഇവിടെ കാണാനില്ല. പേരിന് പോലും ഒരു പോലീസ് ഹെഡ് പോസ്റ്റോ പോലീസോ ഒന്നും ഇവിടെ കാണാനില്ല. ഇത് ശരിക്കും ഒരു വളരെ അത്ഭുതമാണ്. എവിടെ പരിപാടി നടക്കുകയാണെങ്കിലും അവിടെ നമുക്കൊരു ഇഷ്ടം പോലെ പോലീസിനെ കാണാം, മഫ്തിയിലും എല്ലാതും ഒക്കെ കാണാം. പക്ഷേ ഇവിടുത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ തികച്ചും വേറിട്ടൊരു അനുഭവമായിരുന്നു. ഞാൻ എല്ലാ വർഷവും പോകാറുണ്ട്, ഈ ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്. ഇത് ചർച്ചാ വിഷയമാണ്. ഇവിടെ ഒരു പോലീസ് ഇല്ലാതെ ഇത്ര ഗംഭീരമായിട്ട് ഈ പരിപാടി നടത്തുന്നത് എങ്ങനെയെന്നാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇത് കടന്നു പോകുന്നത്. ഒരുപാട് വാഹനങ്ങൾ പാർക്കിംഗ് ഒക്കെ നിർദ്ദിഷ്ട സ്ഥലത്ത് അവർ പറഞ്ഞിട്ടുണ്ട്, അവിടെ തന്നെ പാർക്ക് ചെയ്യണം. ഒക്കെ സിസ്റ്റമാറ്റിക്കാണ്, ഒന്നും തെറ്റിക്കാൻ പാടില്ല. എല്ലാ ഭാഗത്തും ഈ മുക്കുമൂലയിലെ എല്ലാ സ്ഥലങ്ങളിലും വളണ്ടിയേഴ്സിനെ കാണാം.
ഇവരുടെ പ്രവർത്തനത്തെ നമ്മൾ കുറച്ച് കാണാൻ പറ്റില്ല. അതിഗംഭീരമായ രീതിയിലാണ് ഈ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ്. ഇതിനെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. സുഹൃത്തുക്കളെ, ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ കമൻറ്റ് രേഖപ്പെടുത്തുക.